ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതൊന്നും അറിയില്ല. അഖി ഇവിടെ വന്നയുടൻ ശ്യാം എവിടെ ഉണ്ടോ എന്ന് അമൃത അടുത്തോട് ചോദിച്ചു. ഇല്ലെന്ന് കേട്ടയുടൻ അഖി അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അതാ ഞാൻ പറഞ്ഞത് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്നാലും എന്തായിരിക്കും കാര്യം? അത് ശ്യാമയുടെ കാര്യമല്ലേ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും അഖി തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നല്ലോ. ഇനി അമ്മ അവന് തിരിച്ചു പോകാൻ സമ്മതിക്കരുത്. ഇനി ഇങ്ങനൊരു അവസരം കിട്ടത്തില്ല. അമ്മേ, ആലോചിച്ചിരുന്നാ പറ്റില്ല. അമ്മ വന്നേ. അവൻ ഇങ്ങും പോകാതെ പിടിച്ചു നിർത്തിയേ പറ്റൂ. അമ്മ വന്നേ. ശ്യാമ ഇതുവരെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ അവൾ എവിടെ പോവാനാ? ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരു ഇടവില്ല അച്ഛാ. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആ. നീ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. പേടിക്കേണ്ട പോനെ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അവള് പുറപ്പെട്ടു പോയി. ഇവനെ ഉപേക്ഷിച്ച് എവിടേക്കോ ഓടിപ്പോയി. ശ്യാമയ്ക്ക് ഇപ്പോഴാ ശരിക്കും ബോധമുണ്ടായ. ഇവന് ചേർന്ന ഭാര്യയല്ല അവളെന്ന് അവൾക്ക് ഇപ്പൊ മനസ്സിലായി. അതാ ഇപ്പൊ ഇവനെ വിട്ട് ഓടിപ്പോയെ. നീ ഇനി അവളെ അന്വേഷിച്ച് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. പോയവൾ പോട്ടെ. അത് അവളുടെ വിധി. അങ്ങനെ കരുതിയാ പോരെ? അമ്മേ, അമ്മ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. വേണ്ട, ഇനി ഓരോന്ന് പറഞ്ഞ് ഈ അമ്മയെ പറ്റിക്കാൻ നോക്കണ്ട. അവള് പോട്ടെ, നീ ഇവിടെ നിക്ക്. ഇനിയെങ്കിലും എന്റെ മോനെ അമ്മ പറയുന്ന ഒന്ന് കേക്ക്. വസു, അതല്ല കാര്യം. ആനന്ദേട്ടൻ വീണ്ടും അവളെ ന്യായീകരിക്കാൻ നിക്കണ്ട. ഞാൻ ഇനി ഇവനെ എങ്ങും വിടുന്നില്ല, അത്ര തന്നെ. അമ്മേ, എന്താ ഇത്? ചിലപ്പോഴേ വീണ്ടും അവള് നിന്നെ വിളിച്ചോന്ന് വരും. അവളൊന്ന് കരഞ്ഞു കേൾപ്പിച്ച നിന്റെ മനസ്സുമാ. അത് വേണ്ട. ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. അമ്മേ, ആ ഫോണിൽ തന്നെ. ഞാനിത് തരില്ല. അച്ഛൻ വസു, ആ ഫോണും കൊടുക്കും. അവന് വേറെ അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അത്യാവശ്യ കാര്യം? ആദ്യം അത് കേൾക്കട്ടെ. അത് പ്രത്യേകിച്ച് പറയാൻ മാത്രം അങ്ങനെ ഒരു അത്യാവശ്യ കാര്യമില്ല, അല്ലേ? ആനന്ദേട്ടൻ എന്തു പറഞ്ഞാലും ശരി, ഇനി ഇവനെ ഞാൻ തിരിച്ചു വിടില്ല. എന്റെ മോനെ എനിക്ക് വേണം, അത്ര തന്നെ. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വസു, ഇനി എന്റെ മോൻ ഈ അമ്മയെ വിട്ട് എങ്ങും പോകുന്നില്ല. ഇതെന്റെ തീരുമാനം.